സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള നിയമസഭയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷ അംഗപ്പോര് പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യ വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ് സഭയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത്. സാധാരണയായി കാണാറുള്ള രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കും അല്ലെങ്കിൽ വാഗ്വാദങ്ങൾക്കെല്ലാം അപ്പുറം തികച്ചും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കും പരിഹാസങ്ങളിലേക്കും നീണ്ട ഒരു അസാധാരണ പോരാട്ടത്തിനാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. മുൻ മന്ത്രിയും പ്രതിപക്ഷ എംഎൽഎയുമായ PM മുഹമ്മദ് റിയാസും പുതിയ ആരോഗ്യമന്ത്രിയായ K മുരളീധരനും തമ്മിൽ സഭയിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത വാക് പോരാട്ടമാണ്. ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് കടുത്ത കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് നിഴലിക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ മന്ത്രി മുരളീധരനും ഒട്ടും മടിച്ചതുമില്ല. എണ്ണം കെട്ടോൻ ഭരിച്ചാൽ നാട് മുടിയുമെന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയോ നിലപാടോ തങ്ങൾക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് തൻ്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഈ പരിഹാസത്തിന് അതിരൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി തന്നെ മറുപടി നൽകിയത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആരോഗ്യവകുപ്പ് നേരിട്ടിരുന്ന ഒരേ ഒരു പ്രശ്നം വെറും സോഷ്യൽ മീഡിയ റീൽസുകളും അവസാനത്തെ 5 വർഷത്തെ വെറും വീണ വീട്ടിലുമായിരുന്നു എന്നായിരുന്നു മുരളീധരൻ്റെ എടുത്തു പറഞ്ഞുള്ള മറുപടി. പകർച്ചവ്യാധി പ്രതിരോധത്തിലെ വീഴ്ചകളെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കും സഭയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ഭരണപക്ഷത്തു നിന്ന് ഉയർന്നു വന്നത്. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി പറയാം. സാർ, ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത് തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കാണിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിയ മുഹമ്മദ് റിയാസ് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെ വിചാരണ ചെയ്യുന്ന കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഒരു പുതിയ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താൻ കേവലം 35 ദിവസങ്ങൾ എന്നത് ഒട്ടും മതിയായ സമയമല്ലെന്ന് തനിക്ക് നന്നായി അറിയാമെന്ന് റിയാസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. നാട്ടിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും പ്രത്യേക മുന്നണി രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണെന്ന തരത്തിലുള്ള ഇടുങ്ങിയ കാഴ്ചപ്പാടല്ല തങ്ങൾക്കുള്ളതെന്നും അത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ മാത്രം ചിന്താഗതിയാണെന്നും റിയാസ് തുറന്നടിക്കുകയും ചെയ്തു. ആരോഗ്യ മേഖലയിൽ മുമ്പ് കൈവരിച്ച നേട്ടങ്ങളും കേരള മോഡൽ എന്ന ഖ്യാതിയും ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഒരുപോലെ അംഗീകരിച്ച ഒന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലേറി ഈ 35 ദിവസത്തെ ഭരണം കണ്ടപ്പോൾ മനസ്സിലാകുന്നത് ലോകം അംഗീകരിച്ച ആ വലിയ കേരള മോഡൽ ഈ സർക്കാർ പാടെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഇത്തരത്തിൽ തകർക്കാൻ പ്രതിപക്ഷം എന്ന നിലയിൽ തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും മുഹമ്മദ് റിയാസ് സഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെയും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും റിയാസ് താരതമ്യം ചെയ്യുകയുമുണ്ടായിരുന്നു. രണ്ടാം LDF സർക്കാർ അധികാരമേറ്റ ആദ്യ മാസം ലോകത്താകെ ഭീതിയിലാഴ്ത്തിയ കോവിഡ് മഹാമാരിയുടെ ഭീകരമായ കാലഘട്ടമായിരുന്നു. അന്ന് ജനങ്ങളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നതായിരുന്നു ആ സർക്കാരിൻ്റെ മുന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ പോരാട്ടം. എന്നാൽ ഈ UDF സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ 1 മാസം പിന്നിടുമ്പോൾ അവർ നടത്തുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമല്ല, മറിച്ച് പലരുടെയും മാനം എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നാണ് റിയാസ് കുറ്റപ്പെടുത്തിയത്. നിപ്പ, എബോള, ഷിഗല്ല, മലേറിയ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികളാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തായി സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇത്തരം മാരകരോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിൽ ഭരിക്കുന്നവരുടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
മുമ്പ് ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ രോഗങ്ങൾ പടരുന്നതെന്ന് ഇതേ ആരോഗ്യമന്ത്രി മുമ്പ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം റിയാസ് സഭയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ ദീർഘവീക്ഷണമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഈ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല എന്നും റിയാസ് പരിഹസിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആഭ്യന്തരങ്ങളിൽ തന്നെ ഭരണകക്ഷിയിലെ പല പ്രമുഖരും അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു. വകുപ്പിലെ മിടുക്കരായ ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് പരമാവധി സ്ഥലം മാറ്റുന്ന തിരക്കിലാണ് ഭരണകക്ഷിയിലെ പല നേതാക്കളും. ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ സ്ഥലം മാറ്റങ്ങളിലൂടെ വലിയ തോതിലുള്ള ഒരു കൊയ്ത്തുകാലമാണ് തിരികെ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടിലെങ്ങുമുള്ള സംസാരമെന്ന് റിയാസ് ആരോപിക്കുകയും ചെയ്തു. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അതായത് DHSൽ ഇപ്പോൾ നടക്കുന്നതാകട്ടെ വെറും കസേരക്കളി മാത്രമാണ്. ഭരണമുന്നണിയിലെ ഗ്രൂപ്പ് പോലും തമ്മിൽ തല്ലും കാരണം മലബാറിലെ പ്രധാന കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിൽ ഒരു മന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ ഒരു DMO എങ്കിലും നൽകാൻ ഈ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. മറ്റ് പ്രധാന വകുപ്പുകളായി യാതൊരുവിധ ഏകോപനവുമില്ലാതെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്തുടനീളം ചികിത്സാ പിഴവുകളുടെയും അധികൃതരുടെ കടുത്ത അനാസ്ഥകളുടെയും വലിയൊരു പരമ്പര തന്നെയാണ് ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും റിയാസ് രൂക്ഷമായ ഭാഷയിൽ വിരൽ ചൂണ്ടുകയും ചെയ്തു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ജനങ്ങൾ നിപ വൈറസിനേക്കാൾ കൂടുതൽ ഭയക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ സത്യം പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുന്ന പല MLA മാർക്കും കൃത്യമായി അറിയുന്ന കാര്യമാണെന്നും റിയാസ് അവകാശപ്പെട്ടു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കേവലം 35 അംഗങ്ങൾ മാത്രമാണുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ 101 എന്ന പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭൂരിപക്ഷ സംഖ്യയേക്കാൾ വലുതാണ് ഈ 35 തെളിയിക്കാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നതെന്നും ഭരണപക്ഷ അംഗങ്ങളുടെ ബഹളത്തിനിടയിൽ റിയാസ് വിളിച്ചു പറയുകയും ചെയ്തു. പ്രതിപക്ഷത്തിൻ്റെ ഈ കടുത്ത ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ മറുപടിയുമായി എഴുന്നേറ്റ ആരോഗ്യമന്ത്രി K മുരളീധരൻ സഭയിൽ പ്രതിപക്ഷം പറയുന്ന അത്ര ഭീകരമായ ഒരു അന്തരീക്ഷം കേരളത്തിലോ ആരോഗ്യവകുപ്പിലോ നിലവിലില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വകുപ്പ് ഭരിച്ചവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ വെറും സോഷ്യൽ മീഡിയ റീൽസുകളും കഴിഞ്ഞ 5 വർഷക്കാലത്തെ വെറും വീണ വീട്ടിലുമായിരുന്നു ഈ ആരോഗ്യവകുപ്പ് നേരിട്ടിരിക്കുന്ന ഒരേ ഒരു ശാപമെന്ന് മുരളീധരൻ തിരിച്ചടിക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ പകർച്ചവ്യാധികളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം കൃത്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഭരണമാറ്റം എന്ന കാര്യം ഇതുവരെ തിരിച്ചറിയാതെ മുൻ ഭരണാധികാരികളോട് ഇപ്പോഴും അനാവശ്യമായി കൂറ് കാണിക്കാൻ ശ്രമിച്ച ചില ഉദ്യോഗസ്ഥരെ അവരുടെ കസേരകളിൽ നിന്നും എന്നുള്ളതും സത്യമാണ്. അത്തരം നടപടികൾ ഇനിയും തുടരുമെന്നും ഭാവിയിൽ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും മന്ത്രി കർശനമായി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഈ സർക്കാർ സദാ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കാൻ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി പരാമർശിക്കുകയും ചെയ്തു. നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തപ്പോൾ രോഗിക്ക് ആവശ്യമായ റെംഡെസിവിർ എന്ന മരുന്ന് കേവലം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബഹ്റൈനിൽ നിന്നും നേരിട്ട് എത്തിച്ചു നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. റിയാസ് മന്ത്രിയായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തെ കാലയളവിൽ ഈ മരുന്ന് എപ്പോഴെങ്കിലും കേരളത്തിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി തിരിച്ചു ചോദിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾ പടരുന്നതിന് മുമ്പ് അതുതന്നെ മുൻകൂട്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമായിരുന്നു എന്നാണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റിയാസ് ആവശ്യപ്പെട്ടത്. ആ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്നും എന്നാൽ ഇത്തരം മുൻകരുതലുകൾ പ്രവർത്തനങ്ങൾ സാധാരണയായി നടത്തേണ്ടത് ഫെബ്രുവരി മാസമാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആരായിരുന്നു കേരളത്തിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നതെന്നും അന്ന് ഞാനായിരുന്നു ഇവിടുത്തെ ആരോഗ്യമന്ത്രി എന്നും മുരളീധരൻ പ്രതിപക്ഷത്തോട് തിരിച്ചും ചോദിച്ചു. സർക്കാരിൻ്റെ സിസ്റ്റത്തോടും നയങ്ങളോടും കൃത്യമായി സഹകരിക്കാൻ തയ്യാറാകാത്ത ഒരു ഉദ്യോഗസ്ഥനും തങ്ങളുടെ കസേരകളിൽ തുടരില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ തൻ്റെ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ വാക്പോരിലൂടെ നിയമസഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റുകളുടെ സൂചനകളാണ്. ഇനിയിപ്പോഴത്തെ പത്രസമ്മേളനങ്ങളായി അടുത്തിനി വരാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. റിയാസ് മറുപടി പറയും, അല്ലെങ്കിൽ റിയാസിന് വേണ്ടിയിട്ട് മറ്റ് MLA മാർ വന്നോ അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യും. തിരിച്ച് മുരളീധരൻ അതിന് കൃത്യമായി മറുപടിയുമായി രംഗത്ത് വരുന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് തന്നെ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും.